വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിലെ കോൺക്രീറ്റ് കമ്പി വീണ്ടും ഇളകിയത് അപകടഭീതി പരത്തുന്നതായി പരാതി. മുൻപ് പാലത്തിലെ കോൺക്രീറ്റ് കമ്പികൾ ഇളകിയത് പുനർനിർമ്മിച്ചതിന്റെ ഭാഗമായുള്ള കോൺക്രീറ്റ് സ്പാൻ ആംഗ്ലർ കമ്പിയാണ് ഇപ്പോൾ ഇളകി വാഹനങ്ങൾക്ക് അപകടക്കണി ഒരുക്കുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആനന്ദ് ഹൈപ്പർമാർട്ട്, താജ് ബിൽഡിംഗ്, വണ്ടിപ്പെരിയാർ. കഴിഞ്ഞ 3 വർഷത്തോളമായി വണ്ടിപ്പെരിയാറിന്റെ ജനറൽ മാർക്കറ്റിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആനന്ദ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ സെൻട്രൽ ജംഗ്ഷൻ താജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ നിർമ്മിച്ചിരിക്കുന്ന പുതിയ പാലത്തിന്റെ കോൺക്രീറ്റ് സ്പാൻ കമ്പി ഇളകിയതാണ് വാഹനങ്ങൾക്ക് അപകടക്കണിയാകുന്നത്. മുൻപ് പുതിയ പാലത്തിലെ കോൺക്രീറ്റ് കമ്പികൾ ഇളകി അപകടഭീതി പരത്തുന്നത് നിരവധി പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ദേശീയപാത അധികൃതർ ഇടപെട്ട് പാലത്തിന് മുകളിലൂടെ കോൺക്രീറ്റ് ചെയ്ത് പരിഹരിച്ചിരുന്നു. എന്നാൽ ഈ അപകടക്കണിക്ക് പരിഹാരമായി ചെയ്ത കോൺക്രീറ്റിലെ സ്പാൻ ആംഗ്ലർ കമ്പിയാണ് കോൺക്രീറ്റ് ചെയ്ത 6 മാസം പിന്നിടുമ്പോഴേക്കും ഇളകി വാഹനങ്ങൾക്ക് അപകടക്കണിയാകുന്നത്. കോൺക്രീറ്റ് ചെയ്തത് ഇളകിപ്പോവാതിരിക്കാനായി സ്പാൻ ചെയ്ത ഭാഗങ്ങളിലെ ആംഗ്ലർ കമ്പി ഇളകി കോൺക്രീറ്റിന് മുകളിലായി നിൽക്കുന്നത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും എന്നാണ് നാട്ടുകാരുടെ പരാതി. പാലത്തിൽ ഒരു കമ്പി ഇളകിയിട്ട് അപകട സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഒരു അധികൃതരായാലും ഇതിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർക്കും പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർക്കും ഇത് ഭയങ്കര അപകടകരമാണ്. രാത്രികാലങ്ങളിൽ വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്കാണ് ഇത് അപകടക്കണിയായി മാറുന്നത്. ഇളകി മാറിയ ആംഗ്ലർ കമ്പിയിൽ വാഹനങ്ങൾ കയറി ടയറിന് കേടുപാടുകൾ സംഭവിക്കുന്നതിലൂടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുവാൻ സാധ്യതയേറെയാണ്. ആയതിനാൽ അടിയന്തരമായി ഈ വിഷയത്തിൽ ദേശീയപാത അധികൃതരുടെ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.